Hi, dear students. Welcome all of you to the second class of our professional business skills. In the last class, we studied what do you mean by professionalism and what are the characteristics of a professional. And today, we are going to learn what are the traits and qualities of a good professional. We know that professionals are the person who have some respect and value in the society. So they need some qualities and traits to become a good professional. So what are the qualities and traits of a good professional that we are going to discuss? Okay, first point, excellence. Excellence means a professional, he always try to improve his knowledge and skills. എപ്പോഴും ഒരു പ്രൊഫഷണൽ എന്ത് ചെയ്യണം? സ്വന്തം സ്കില്ല്, അതുപോലെ തന്നെ കഴിവുകൾ, അതുപോലെ സ്വന്തം നോളജ്, ഇതൊക്കെ എപ്പോഴും എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം എക്സലൻസ് കൊണ്ടുവരാൻ പറ്റുമോ അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു ഗുഡ് പ്രൊഫഷണൽ. ആൻഡ് സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ഓർഗനൈസേഷണൽ സ്കിൽ. ഓർഗനൈസേഷണൽ സ്കിൽ മീൻസ് a professional should keep his work area always neat and clean. That means his papers, files, everything should be in the proper place. And also he must prepare well in advance before any meetings and presentation. എപ്പോഴും ഒരു നല്ല ഓർഗനൈസേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഒരു പ്രൊഫഷണലിൽ. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് പ്ലേസ് എപ്പോഴും നീറ്റായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, അതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായ പ്ലേസിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ഒരു മീറ്റിങ്ങിന് മുമ്പ് എല്ലാം വെൽ അറേഞ്ച്ഡ് ആയിരിക്കണം. ഒരു ബിസിനസ് പ്രസൻറ്റേഷന് പോകുമ്പോൾ എല്ലാം നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ് ഈസ് ഓർഗനൈസേഷണൽ സ്കിൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് time management. An individual is considered a good professional if he is able to manage the time very well. എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ ആകുമ്പോൾ എല്ലാ കാര്യത്തിലും നല്ല ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. വി നോ ദാറ്റ് എ പ്രൊഫഷണൽ he is in a work in an atmosphere that is need more communication skill. That means in a corporate world he always working in ടീംസ് അല്ലേ, എപ്പോഴും ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഹീ റിക്വയർഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ അതർ പേഴ്സൺസ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. സോ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഗുഡ് പ്രൊഫഷണൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോഫ്റ്റ് സ്കിൽസ്. Soft skill, that is very essential quality required for a professional for achieving success in the today's corporate world. That means സോഫ്റ്റ് സ്കിൽസ് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മറ്റുള്ള സബോർഡിനേറ്റ്സിനോട് സംസാരിക്കുമ്പോൾ, അതുപോലെ സീനിയേഴ്സിനോട് സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റായിട്ട് സംസാരിക്കുക, അതുപോലെ നല്ല ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ദെൻ റെസ്പോൺസിബിലിറ്റി, ടീം വർക്ക്, ദെൻ ഡിസിഷൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി, ഇതിനൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. ഒരു സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ പെരുമാറാൻ അറിയുക, ദാറ്റ് ഈസ് സോഫ്റ്റ് സ്കിൽസ്. സോ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ലൈഫിൽ, ഒരു പ്രൊഫഷണലിൽ മാത്രമല്ല ഏതൊരു വ്യക്തിക്കും ലൈഫിൽ സക്സസ് ആവാൻ അത്യാവശ്യം വേണ്ട ഒന്നാണ് ഇന്ന് സോഫ്റ്റ് സ്കിൽസ്. സോ ആൻഡ് നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. So all professional should maintain an optimistic attitude or positive attitude in working. എപ്പോഴും വർക്കിംഗ് പ്ലേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം, പക്ഷേ എന്ത് ചെയ്യണം? ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. ചിലപ്പോൾ വളരെ വേഴ്സ്റ്റായ സർക്കംസ്റ്റാൻസസ് ഉണ്ടാവും. എങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും എപ്പോഴും നല്ലൊരു എന്ത് പ്രഷർ സംഭവിച്ചാലും ഹി മെയിൻറ്റെയിൻ കാം ആൻഡ് ഷോ എ ഗുഡ് ബിഹേവിയർ. And the next one, focus and hard work. That is the two most important things to become success in the corporate or the business world. A professional should be very clear about his goals. അല്ലേ, ഒരു വ്യക്തി എപ്പോഴും അയാളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് ഹി ഓൾവേസ് ട്രൈ ടു വർക്ക് ഹാർഡ് ഫോർ അച്ചീവിങ് ദാറ്റ് ഗോൾ. സോ ദാറ്റ് ഈസ് ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക്. അത് എപ്പോഴും നല്ല ഡെഡിക്കേഷൻ ഉണ്ടാവും. എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളൊരു ഡെഡിക്കേഷൻ, അതിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല സക്സസ്ഫുൾ പ്രൊഫഷണൽ ആവാൻ പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എത്തിക്കൽ ബിഹേവിയർ. എത്തിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ആക്ട് എത്തിക്കലി ഇൻ ഓൾ ഹിസ് വർക്ക് ആൻഡ് ഇൻ ഓൾ ദി ഡീലിങ്സ് വിത്ത് അതേഴ്സ്.
ജോലി സ്ഥലത്തായിക്കോട്ടെ ഓർ ഡീലിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവർ ഡീൽ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? ഹി ഷുഡ് ആക്ട് ഇൻ എ എത്തിക്കലി. ഫോർ എക്സാമ്പിൾ, ഡോക്ടേഴ്സ് ഹാവ് സം എത്തിക്സ്, ലോയേഴ്സ് ഹാവ് സം എത്തിക്സ്, അക്കൗണ്ടൻറ്റ് ഹാവ് സം എത്തിക്സ്. ഏത് പ്രൊഫഷനിലും കുറച്ച് എത്തിക്സ് ഉണ്ട്. ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ എത്തിക്സ് ആണ് കള്ളക്കണക്കുകൾ എഴുതരുത് എന്നുള്ളത്. സോ എ പ്രൊഫഷണൽ ഷുഡ് ഓൾവേസ് ഫോളോ സം എത്തിക്സ് ഓർ കോഡ് ഓഫ് കണ്ടക്ട് ഇൻ ഹിസ് പ്രൊഫഷൻ. And next one is continuous learning. A good professional always learning, never stop his learning. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ലേണിംഗ്. ഹി ഓൾവേസ് ട്രൈ ടു ലേൺ ന്യൂ തിങ്സ് ഇൻ ഡെയിലി ലൈഫ് ആൻഡ് ഇൻ ന്യൂ സിറ്റുവേഷൻസ്. അപ്പോൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. അത് തിയോറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാകും, പ്രാക്ടിക്കലുള്ള കാര്യങ്ങളായിരിക്കും. റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കാം. അവനവൻ്റെ മേഖലയിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അയാൾ ഔട്ട്ഡേറ്റഡ് ആവാതെ ഒരു നല്ല പ്രൊഫഷണലായിട്ട് മാറാൻ സാധിക്കുള്ളൂ. സോ കണ്ടിന്യൂസ് ലേണിംഗ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സീക്സ് അഡ്വൈസ്. സീക്സ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സം പ്രൊഫഷണൽസ് നീഡ് ദ സപ്പോർട്ട് ഓഫ് അതർ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ് ഇൻ ഹിസ് ഫീൽഡ് അല്ലേ. ഒരു കാര്യത്തിൽ ചിലപ്പോൾ സംശയങ്ങളുണ്ടാവും, അറിയാത്ത കാര്യങ്ങളുണ്ടാവും പുതിയൊരാളാവുമ്പോൾ. അപ്പോൾ മറ്റുള്ള എക്സ്പേർട്ടായ ആളുകൾ ആ ഫീൽഡിലുള്ള മറ്റുള്ള പ്രൊഫഷണൽസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ എന്ത് ചെയ്യാം? സീക്ക് അഡ്വൈസ്, ഉപദേശങ്ങളൊക്കെ തേടാം. ഒരിക്കലും എന്ത് ചെയ്യരുത്? ഹി ഷുഡ് നോട്ട് ഷോ എനി ഹെസിറ്റേഷൻ ടു സീക്ക് അഡ്വൈസ് ഫ്രം അതേഴ്സ്. ഇത് മറ്റുള്ളവരെന്ന് അഡ്വൈസൊക്കെ സ്വീകരിക്കാൻ ഒരു മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. And the next point is advancing in profession. Advance in profession means a good professional, he wants his profession to provide a real service to others, or he tries to innovate new things in his profession or improve his services to the സർവീസസ് മോർ എഫിഷ്യൻ്റ്ലി. കൊടുക്കുന്ന സർവീസ് കൂടുതൽ എഫിഷ്യൻ്റ് ആവാൻ എന്ത് ചെയ്യണം? കൂടുതൽ ഇന്നോവേഷൻസ് കൊണ്ടുവരണം, കുറച്ചും കൂടി നല്ല സർവീസ്. എപ്പോഴും നല്ല പ്രൊഫഷണൽ. ഇപ്പോൾ ഒരു നല്ല ഡോക്ടർ ആവുന്നത് എപ്പോഴാണ്? ഏറ്റവും നല്ല രീതിയിൽ സർവീസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ ഏത് മേഖലയിലായാലും ഏറ്റവും ഇന്നോവേറ്റീവായ പുതുമ കൊണ്ടുവരുമ്പോഴാണ് അയാൾ നല്ലൊരു പ്രൊഫഷണലായിട്ട് മാറുന്നത്. സോ എപ്പോഴും പ്രൊഫഷണലി എത്രത്തോളം അഡ്വാൻസ് ആവാൻ പറ്റുമോ അതിന് ട്രൈ ചെയ്യണം. And next one is teaches new generation. So a good professional teaches the younger members of his profession. അല്ലെ, പുതിയ പുതിയ ആളുകൾ ആ പ്രൊഫഷനിലേക്ക് കടന്നു വരും. സോ ഒരു നല്ല പ്രൊഫഷണൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഹി വാണ്ട്സ് ടു പാസ് ഹിസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ടു അതേഴ്സ്. എപ്പോഴും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്താണ് തൻ്റെ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണം. സോ ടീച്ചേഴ്സ് ദി ന്യൂ ജനറേഷൻ. And next one is appearance. So നമ്മളെപ്പോഴും കാണുന്ന ഒരു പോയിന്റ്സ് ആണ് അപ്പിയറൻസ്. എ പ്രൊഫഷണൽ ഇൻ നീറ്റ് ഇൻ അപ്പിയറൻസ്. ദാറ്റ് മീൻസ് എ പ്രൊഫഷണൽ ഷുഡ് ഡ്രസ് ഇൻ വെരി ക്ലീൻ ഡ്രസ്സ്, ക്ലോത്ത്സ് ആൻഡ് അയൺ പ്രോപ്പർലി. ദെൻ അങ്ങനെ എപ്പോഴും എന്ത് ചെയ്യണം? വളരെ എന്താ പറയുക, വൈറ്റ് കോളർ ആയിട്ടുള്ള ജോബുകൾ പോലെയുള്ളതാണല്ലോ പ്രൊഫഷൻ. അപ്പോൾ എപ്പോഴും ഡ്രസ്സ് വളരെ പ്രോപ്പർലി ആയിരിക്കണം. നല്ല പാൻറ്റ്, ഫോർമൽ സ്കേർട്ട്, ടൈ, ലെതർ ഷൂ, ദെൻ ആ ഒരു കൃത്യമായൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും പ്രൊഫഷണൽ എപ്പോഴും അപ്പിയറൻസ് ലുക്കിലും കൂടി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഫിസിക്കൽ അപ്പിയറൻസിലും കൂടി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സോ ഹി ഷുഡ് പേ സം സ്പെഷ്യൽ അറ്റൻഷൻ ടു ഹിസ് ഡ്രസ്സിങ് ആൻഡ് അപ്പിയറൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ, ലാസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് demeanor. Demeanor means that reflect his confidence, or this is the way he behave to others and co-workers, superiors, customers. That is the sometimes some persons, some good professionals speak very politely, and when he interact with others he shows some respect. സോ ദാറ്റ് ഈസ് demeanor. അതായത് ഒരു മാനേഴ്സ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, കോവർക്കേഴ്സിനോട് എങ്ങനെ പെരുമാറണം, കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണം. ദാറ്റ് ഈസ് demeanor. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു ബിക്കം എ ഗുഡ് പ്രൊഫഷണൽ. So we discussed about 14 points of a good professional requires some traits and qualities. So you write down all these points in your notebooks. Okay, thank you.